ശ്രീ എൻ വി ബാലകൃഷ്ണൻ, സമരം അവസാനിച്ചതാണ് ചർച്ച. ഈ സമരം അത്ഭുതകരമായി അവസാനിച്ചത് എങ്ങനെയാണ്? സിനിമയിൽ പറയുന്ന പോലെ വിശാലഹൃദയനായ ആശാൻ വളരെ പെട്ടെന്ന് ദില്ലിയിൽ നിന്ന് മടങ്ങി കേരളത്തിലേക്ക് വന്നപ്പോൾ എല്ലാം ക്ഷമിച്ചതാണോ? അത് വഴിയേ അറിഞ്ഞോളൂ. എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, SFI പോലൊരു സംഘടനയെ ഇതുപോലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന ഒരു 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 രാഷ്ട്രീയ പാർട്ടിയായി CPM മാറിത്തീരുമ്പോൾ എന്താ ചെയ്യാം? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവാത്തത് SFI മുന്നോട്ട് വച്ച ഈ സമരം എന്ത് അടിസ്ഥാനത്തിൽ, ആര് തമ്മിലുള്ള, എവിടെ വെച്ച് നടന്ന എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവസാനിക്കുന്നത്? എന്തായിരുന്നു SFIയുടെ സമര മുദ്രാവാക്യം? അതായത് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയെ വഴിയാധാരമാക്കുക, തെരുവിൽ ഉപേക്ഷിക്കുന്ന നിലപാടിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ 9 വർഷമായി സമരം എന്തെന്ന് അറിയാതിരുന്ന SFIക്കാർക്കും DYFIക്കാർക്കും ഒക്കെ ഒരു സമര പരിശീലനം കിട്ടിയല്ലോ. ഈ സ്റ്റിഫായി പോയ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നേതൃ പദവിയിലിരിക്കുന്ന പല ആളുകളും സമരം ചെയ്തിട്ടേ ഉണ്ടാവില്ല. കാരണം 9 വർഷമായി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ.